To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ വീഡിയോയിൽ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ വരെ നമ്മൾ പഠിച്ചു. ഇനി അതിൽ കുറച്ച് പോയിന്റ്സ് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് പോളൻ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി പ്ലാന്റ്സ് ലൈക്ക് പാർത്തീനിയം, നമ്മുടെ കാരറ്റ് ഗ്രാസ് എന്ന് പറയും. അതൊരു വീടാണ്. നമ്മുടെ നാട്ടിലേക്ക് വീറ്റ് വെറൈറ്റീസ് ഇമ്പോർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ വന്ന ഒരു വീടാണ് ഈ പാർത്തീനിയം. അത് പിന്നെ ഇവിടെ ഒരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതിന് പോളൻ ഗ്രെയിൻസിന് പലരിലും അലർജി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് പോളൻ ഗ്രെയിൻസിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ ന്യൂട്രിയൻ റിച്ച് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലരും അതിനെ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ടാബ്ലറ്റ് ഫോമിലും സിറപ്പ് ഫോമിലും ഇപ്പം അവൈലബിൾ ആണ്. ഇനി സ്റ്റഡീസ് പ്രൂവ് ചെയ്തത് റേസ് ഹോഴ്സിലും അത്ലീറ്റ്സിലും ഒക്കെ ഈ പോളൻ കഴിക്കുന്നത് കൊണ്ട് പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് പോളൻ വയബിലിറ്റിയാണ്. ഈ പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത് എത്ര നാൾ അതിന് ഫെർട്ടിലൈസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യാൻ കഴിയും എന്നതിനെ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. ആന്തറിൽ നിന്ന് മെച്ചർ പോളൻ റിലീസ് ആയി കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് സ്റ്റിഗ്മയുടെ മുകളിൽ എത്തിച്ചേർന്ന് പോളൻ ട്യൂബ് ഗ്രോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പീരീഡിനെ പറയുന്ന പേരാണ് വയബിലിറ്റി പീരീഡ്. അത് പ്ലാന്റ്സിനനുസരിച്ചും വ്യത്യാസം വരും. പിന്നെ ചില ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അനുസരിച്ചും വ്യത്യാസം വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് രണ്ട് എക്സാമ്പിളാണ്. സീരിയൽസ്, റൈസ്, വീറ്റ് പോലെയുള്ള സീരിയൽസിലൊക്കെ ഇത് വെറും 30 മിനിറ്റ് മാത്രമാണ്. പക്ഷേ മറ്റു ചില ഫാമിലി, ഫോർ എക്സാമ്പിൾ റോസേസി, നമ്മുടെ റോസ് ആപ്പിളൊക്കെ വരുന്ന ഫാമിലി, അല്ലെങ്കിൽ സൊളനേസി, നമ്മുടെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ ടൊമാറ്റോ, മുളക് ഇതൊക്കെ വരുന്നതാണ്, ബ്രിഞ്ചോൾ, വഴുതനങ്ങ, അവരുടെ ഫാമിലിയിലും പിന്നെ ലെഗുമിനേഴ്സ് വെച്ചാൽ പയറുവർഗ്ഗങ്ങളൊക്കെ വരുന്ന ആ ഫാമിലിയിലൊക്കെ നോക്കിയാൽ ഏതാണ്ട് സെവറൽ മന്ത്സ് വരെ ഇതിന് ഇങ്ങനെ വയബിലിറ്റി പീരീഡ് നിലനിർത്താൻ കഴിയും. സീഡ് ബാങ്കിലൊക്കെ സീഡ് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്നെ പോളൻ ഗ്രെയിൻസ് നമുക്ക് പിന്നീടുള്ള ഫ്യൂച്ചർ ബ്രീഡിംഗ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതിനെ നമ്മൾ പറയുന്നത് പേരാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ എന്ന് പറയുന്നത് ഐസ് എന്നുള്ള അർത്ഥമാണ്. അപ്പം -196 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജനിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് എത്ര കാലം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്കതിനെ എടുത്ത് അതേപോലെ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്. ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് കാർപ്പൽ അഥവാ പിസ്റ്റിൽ. ഒരു പിസ്റ്റിലിൽ നോക്കിയാൽ 3 പാർട്സ് ആണ് മെയിനായിട്ടുള്ളത്. ഒരു സ്വോളൻ ബേസൽ പാർട്ടുണ്ട്, അതായത് അടിഭാഗത്ത് നല്ല സ്വോളൻ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഉരുണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, വീർത്തിരിക്കുന്ന, അതിനെ പറയുന്ന പേരാണ് ഓവറി. അത് കുറച്ച് ഫ്ലഷി ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിന്നെ ഒരു ചെറിയ ട്യൂബ് മുകളിലോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ പേരാണ് സ്റ്റൈൽ. ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ്, ഒരു ഡിസ്ക് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. പോളിനേഷൻ്റെ സമയത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന പാർട്ടാണ് സ്റ്റിഗ്മ. അപ്പോൾ സ്റ്റിഗ്മ ചില പ്ലാന്റ്സിൽ റിസപ്റ്റീവ് ആകുന്ന സമയത്ത് ചില സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വെറ്റ് സ്റ്റിഗ്മ എന്ന് പറയും. ഇനി ചില പ്ലാന്റ്സിൽ അത് ഡ്രൈ ആയിരിക്കും. സ്റ്റൈലാണ് ഈ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്ന ട്യൂബ്. സ്റ്റൈലും ചിലപ്പോൾ സോളിഡ് ആയിരിക്കും, ചിലപ്പോൾ ഹോളോ ആയിരിക്കും. പിന്നെ ഈ സ്വോളൻ ബേസ്, ഞാൻ പറഞ്ഞു വീർത്തിരിക്കുന്ന ആ ബേസൽ പാർട്ടാണ് ഓവറി. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിക്കകത്താണ് ഓവ്യൂൾ സ്ഥിതി ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നമ്മൾ സീഡ് അല്ലെങ്കിൽ കുരു ഫ്രൂട്ടിൻ്റെ അകത്ത് കാണുന്നതെന്ന്. കാരണം ഓവറി ഫ്രൂട്ടാകും, അതിനകത്തിരിക്കുന്ന ഓവ്യൂളല്ലേ സീഡായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓവ്യൂളിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഗൈനീഷ്യം എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ്സ് ആണ് പിസ്റ്റിൽ അഥവാ കാർപ്പൽ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ നമ്പർ അനുസരിച്ച് 2 തരം ഗൈനീഷ്യം ഉണ്ട്. മോണോ കാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി. മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പോൾ ഒരു കാർപ്പൽ മാത്രമേ ആ ഗൈനീഷ്യത്തിലുള്ളെങ്കിൽ അതിനെ നമ്മൾ മോണോ കാർപ്പലറി എന്ന് പറയും. നമ്മുടെ പീ പ്ലാന്റിലൊക്കെ മോണോ കാർപ്പലറി കണ്ടീഷനാണ്. അതേസമയം ചില പ്ലാന്റ്സിൽ മൾട്ടി കാർപ്പലറി, മെനി കാർപ്പൽസ് കാണാം. 5ൻ്റെ മൾട്ടിപ്പിൾസോ നമുക്ക് ഡൈക്കോട്ട്സിൽ കാണാൻ പറ്റും. മോണോക്കോട്ട്സ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഈ മൾട്ടി കാർപ്പലറി സ്ട്രക്ചറിനെ നമുക്ക് 2ആയിട്ട് വീണ്ടും തിരിക്കാം. അത് ഒന്നിച്ച് ഫ്യൂസ് ചെയ്താണോ ഇരിക്കുന്നത്, അല്ല അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണോ എന്നുള്ളതനുസരിച്ച്.
അപ്പോൾ ഈ 5 കാർപ്പൽ ഉണ്ടെങ്കിൽ ആ 5 കാർപ്പലും ഒന്നിച്ച് ചേർന്നിരിക്കുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? സിൻ കാർപ്പസ്. സിൻ മീൻസ് ഫ്യൂസ്ഡ് കണ്ടീഷൻ. അപ്പോൾ സിൻ കാർപ്പസ്, എല്ലാ കാർപ്പലും സിൻ ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഇരിക്കുകയാണ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈബിസ്കസ്. അപ്പോൾ ഹൈബിസ്കസിൽ നമുക്ക് അവസാനം ഏറ്റവും എഡ്ജിൽ 5 സ്റ്റിഗ്മ കാണാൻ പറ്റും അല്ലേ? പക്ഷേ അതിൻ്റെ സ്റ്റൈലും ബാക്കിയെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിളാണ് പെപ്പാവർ അല്ലെങ്കിൽ പോപ്പി പ്ലാന്റ്. അത് നമ്മൾ ഡ്രഗ് അബ്യൂസിൽ പഠിക്കുന്നുണ്ട്, പെപ്പാവർ സോംനിഫെറ. അപ്പോൾ ഇത് രണ്ടിലും എന്താണ്? സിൻകാർപ്പസ്. ഇനി അപ്പോകാർപ്പസ് ഏതിലാണ് വരുന്നത്? മൈക്കീലിയ. മൈക്കീലിയയിൽ ഫ്രീ ആയിട്ടുള്ള കാർപ്പൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ബോർഡിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതിലാണ് എക്സാമ്പിൾ ഓഫ് സിൻകാർപ്പസ് പിസ്റ്റിൽ ഓർ അപ്പോകാർപ്പസ് പിസ്റ്റിൽ എന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാ ഡയഗ്രത്തിൻ്റെയും ഫുട്ടേജ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓവ്യൂൾ എന്നതുകൊണ്ട് മറ്റൊരു പേര് മെഗാസ്പോറാഞ്ചിയം. അപ്പോൾ നമ്മൾ മൈക്രോസ്പോറാഞ്ചിയം അല്ലെങ്കിൽ മൈക്രോസ്പോർ ഒക്കെ പഠിച്ചല്ലേ? എന്തായിരുന്നു? ആന്തർ ആയിരുന്നു. ആന്തറിനകത്ത് മൈക്രോസ്പോറാഞ്ചിയം ഉണ്ടായിരുന്നു, 4 മൈക്രോസ്പോറാഞ്ചിയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടെട്രാസ്പോറാഞ്ചിയം ഇരുന്നത് മൈക്രോ, സ്മോൾ വിത്ത് റെഫറൻസ് ടു മെയിൻ. ഇനി ഫീമെയിൽ വരുമ്പോൾ നമ്മൾ മെഗായാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മെഗാസ്പോറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവ്യൂൾ. ഈ ഓവ്യൂളിനകത്ത് പിന്നീട് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക് ആണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ. ഏതായിരുന്നു മെയിൽ ഗ്യാമറ്റോഫൈറ്റ്? പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എംബ്രിയോ സാക്ക് ആണ്, ഓർത്തു വയ്ക്കാം. ഇനി ആ എംബ്രിയോ സാക്കിനകത്ത് ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിൽ നിന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള ഓവ്യൂളുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. അപ്പോൾ ഇവിടെ ഇൻവേർട്ടഡ് ഓവ്യൂളാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ആൻജിയോസ്പേംസിൽ. അതിനെ പറയുന്ന പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നിങ്ങളോട് ആ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വരച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഏറ്റവും സെൻട്രൽ ഒരു ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ന്യൂട്രീറ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരാണ് ന്യൂസെല്ലസ്. നമ്മൾ ആദ്യം അതിനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഡീറ്റെയിൽസ് ഒന്നും കാണിക്കേണ്ട, ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ടാമത് ഇതിൻ്റെ പുറത്തായിട്ട് 2 പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ആദ്യം ഒരു ലെയർ വരയ്ക്കുക. ഓക്കെ, ഈ ലെയറിനെ പറയുന്ന പേരാണ് ഇൻറ്റെഗ്യുമെൻറ്റ്. ഇനി ഒരു ലെയറും കൂടിയുണ്ട്. പക്ഷെ ആ രണ്ടാമത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഞാൻ അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടിന്യൂവേഷനായിട്ട് ഇത് മേളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. നമ്മൾ പറഞ്ഞു ഓവ്യൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓവറിക്കകത്ത്. ഓവറി ഫ്ലഷിയാണ്. അതിനകത്ത് ഒരു കുഷൻ പോലൊരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലസെൻറ്റ. ഈ പ്ലസെൻറ്റയ്ക്കകത്ത് ഓവ്യൂള് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ആ ചെറിയൊരു സ്റ്റോക്കിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. ഇനി ഈ ഫ്യൂണിക്കിൾ വന്നിട്ട് ഈ ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതായത് ഇൻറ്റഗ്യുമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് ഹൈലം. അപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് ഫ്യൂണിക്കിള്, ഫ്യൂണിക്കിള് ഇൻറ്റഗ്യുമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് ഹൈലം. ഇനി അതിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്നാൽ ഇതാണ് ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇത് ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്, ഇത് ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. പക്ഷേ പല പ്ലാന്റ്സിൽ ഇത് വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ സാൻഡൽവുഡ് ട്രീയിലൊക്കെ ഇൻറ്റഗ്യുമെൻറ്റ് ആബ്സെൻ്റ് ആണ്, അതിന് നമ്മൾ എ ടെക്നിക് എന്ന് പറയും. ഇനി ജിംനോസ്പേംസിൽ ഒരു ഇൻറ്റഗ്യുമെൻറ്റേ കാണൂ, അത് യൂണി ടെക്നിക്ക്. ആൻജിയോസ്പേംസ് വരുമ്പോൾ 2, അത് ബൈ ടെക്നിക്ക്. ഇതെല്ലാം നീറ്റിനെ ആവശ്യമുള്ളൂ. നമ്മൾ ടിപ്പിക്കൽ ആൻജിയോസ്പേം മാത്രമേ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പണിംഗ് കാണാം. അവിടെ നമ്മുടെ ഇൻറ്റഗ്യുമെൻറ്റ്സ് ക്ലോസ് ആവുന്നില്ല അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നില്ല. ആ റീജിയനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ. അതൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ എപ്പോഴും മൈക്രോപൈലിന് ഓപ്പോസിറ്റ് വരുന്നതിനെ പറയുന്ന പേരാണ് ചലാസൽ. സോ അത് 2 എൻഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മൈക്രോപൈലാർ എൻഡ്, ഇത് ചലാസൽ എൻഡ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ഓവ്യൂൾസ് ഉണ്ട്. ഓർത്തോട്രോപ്പസ്, അനാട്രോപ്പസ്, ആംഫിട്രോപ്പസ്, കമ്പൈലോട്രോപ്പസ്, അങ്ങനെ പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ അനാട്രോപ്പസ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ഒരു 3 മാർക്കിൻ്റെ ഡയഗ്രാമാണത്, ചോദിക്കാം. 6 ലേബലിംഗ് വരും. ഇനി ഇവിടെ നമുക്ക് ഇന്നർ ടിഷ്യൂ ഉണ്ട്. നമ്മുടെ ശരിക്കും നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം അല്ലേ, ആന്തര 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടായിരുന്നു. അതിനകത്ത് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. അതുപോലെ ഇവിടെ ഇതിനകത്ത് കാണുന്ന ഈ ടിഷ്യൂവിൻ്റെ പറയുന്ന പേരാണ് ന്യൂസെല്ലസ്.
ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ടിഷ്യൂ, നറിഷിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസ് ആണ്. അപ്പോൾ ഇതാണ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിനി മെഗാസ്പോറോജെനിസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. എംബ്രിയോസാക്ക് ഫോർമേഷനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടി? ന്യൂസെല്ലസ് ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ന്യൂസെല്ലസിലെ ഓരോ സെല്ലും ഡിപ്ലോയിഡ് സെല്ലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ എല്ലാ സെൽസും എംബ്രിയോസാക്ക് ഉണ്ടാക്കണമെന്നില്ല. മെയിലിൽ നമ്മൾ പഠിച്ചു സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും പോളൻ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്തിട്ട് ഓരോ ഇപ്പോൾ 100 ഉണ്ടെങ്കിൽ 400 ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഫീമെയിൽ ലിമിറ്റഡ് നമ്പർ, നമുക്ക് അവസാനം ഒരു ഫീമെയിൽ ഗാമീറ്റ് മതി അല്ലേ. അപ്പോൾ നമ്പർ കുറയ്ക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇവിടെ അപ്പോൾ ഇത്രയും സെൽസ് ഉണ്ടെങ്കിലും ഈ മൈക്രോപൈൽ എൻഡിനടുത്തുള്ള ഒരു സെല്ല് ഇത്തിരി കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് ഒരു പ്രത്യേകതയുള്ളൊരു സെല്ലായിട്ട് വരും. ഇതിനെ പറയുന്ന പേര് ആർച്ചിസ്പോറിയൽ സെൽ എന്നാണ്. നിങ്ങൾക്കത് ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ ഈ സെല്ലാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് തന്നെയാണ്. ഇനി ഈ മദർ സെൽ എപ്പോഴും ഏത് ഡിവിഷനാണ് നടത്തുന്നത്? മെയോസിസ്, റൈറ്റ്. അപ്പോൾ ഇതിൽ മെയോസിസ് നടന്നിട്ട് 4 ഡോട്ടർ സെൽസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ഈ സെല്ല് ഡിവൈഡ് ചെയ്തു. ഇതിനകത്ത് 4 സെൽസ് അതിങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലീനിയർ ടെട്രാഡ് എന്ന് പറയും. അപ്പോൾ 4 സെൽസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ല് മെയോസിസ് ഡിവിഷൻ നടന്നിട്ട് 4 മെഗാസ്പോർ ആയി. അപ്പോഴേക്കും അതിൻ്റെ പ്ലോയിഡി എന്തായി? ഹാപ്ലോയിഡ് ആയി അല്ലേ. കാരണം റിഡക്ഷൻ ഡിവിഷനിലേ നടന്നത്. അപ്പം ക്രോമസോം നമ്പർ ഹാഫായി, ഹാപ്ലോയിഡ്. ഇനി ഇതിൽ 4 സെല്ല് നമുക്ക് വേണ്ട. അതിലെ ടോപ്പ് 3 സെൽസ് നശിച്ചു പോയിട്ട് അവസാനം ഈ ചലാസൽ എൻഡിലുള്ള ഒരു സെല്ല് മാത്രമാണ് എന്തായിട്ട് മാറുന്നത്? ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുന്നത്. അപ്പം ആദ്യം ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ആ മെഗാസ്പോർ മദർ സെല്ല് മെയോസിസ് ഡിവിഷൻ നടന്നിട്ട് 4 മെഗാസ്പോർ ഉണ്ടാകും. അതിൽ 3 മെഗാസ്പോർ നശിച്ചു പോയിട്ട് ഒരെണ്ണം മാത്രം ബാക്കി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് 3 ഡീജനറേറ്റ് ചെയ്തിട്ട് 1 മാത്രം ഫങ്ഷണൽ ആയിട്ട് നിൽക്കുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് അഥവാ പോളിഗോണൽ ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരെണ്ണമേ ഉള്ളൂ. അതാണ് നമ്മുടെ എന്ത്? മെഗാസ്പോർ, ഫങ്ഷണൽ മെഗാസ്പോർ. നമുക്കിനി ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് കുറച്ച് ഒന്ന് വലുതാകുന്നു. എന്നിട്ട് ഇതിനകത്ത് ആ ഒരു സെൽ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ന്യൂക്ലിയസ്, ഇതിനകത്തുള്ള ആ ഒരു ന്യൂക്ലിയസ് ആദ്യം 2 ആയിട്ട് മാറും. ഇനി ഏത് ഡിവിഷനാണ് നടക്കുന്നത്? മൈറ്റോസിസ്. കാരണം റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മൈറ്റോസിസ് മതി. അപ്പോൾ എല്ലാം ഹാപ്ലോയിഡാണ്. 2 ആയി. ഇനി ഈ 2 വീണ്ടും മൈറ്റോസിസ് നടന്ന എത്രയായി? 4 ആയി അല്ലേ. ഇനി 4 നടന്നാൽ 8 ആയി. അപ്പോൾ അങ്ങനെ 8 ന്യൂക്ലിയസ് സ്റ്റേജ്, അതായത് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആകുന്നത് വരെ ഇത് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആകും. ഇനിയാണ് വോൾ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 3 ന്യൂക്ലിയസ് എങ്ങോട്ട് പോകും? നമ്മുടെ ഈ മൈക്രോപൈൽ എൻഡിൽ വന്നിട്ട് 3 സെൽസ് ഉണ്ടാവും. അടുത്ത 3 ന്യൂക്ലിയസ് ഈ താഴെ വന്നിട്ട് ഇവിടെ വോൾ ഫോം ചെയ്ത് 3 സെൽസ് ഉണ്ടാക്കും. ഇനി എത്ര ന്യൂക്ലിയസ് ബാക്കിയുണ്ട്? 2. അത് രണ്ടും ആ നടുക്ക് തന്നെ ഇരിക്കും. ഇനി ഞാനിത് വലുതായിട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് മെഗാസ്പോർ മദർ സെൽ എന്തായിട്ട് മാറുന്നു? മെഗാസ്പോർ, ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാക്കുന്നു. ഇനി ആ ഫങ്ഷണൽ മെഗാസ്പോറിനകത്ത് ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് 2, 4, 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആകുന്നു. അതിനുശേഷം വോൾ ഫോർമേഷൻ നടന്നിട്ട് മൈക്രോപൈലർ എൻഡിൽ 3 സെൽസ്, ചലാസൽ എൻഡിൽ 3 സെൽസും നടുക്കത്തെ സെല്ലിൽ 2 ന്യൂക്ലിയസും കാണും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച പ്രോസസ്സ്. 8 ന്യൂക്ലിയേറ്റഡ് ആയി, പിന്നെ അത് വോൾ ഫോർമേഷൻ നടന്നൊരു എംബ്രിയോസാക്ക് ആയിട്ട് മാറി. നമുക്കിനി എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇതിൻ്റെ മൈക്രോപൈലർ എൻഡിലേക്ക് 3 സെല്ല് ഒന്ന് വോൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഈ 3 സെൽസിനെ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ആ എഗ് അപ്പാരറ്റസിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഈ 2 സെൽസ് സൈഡിലുള്ളതിനെ പറയുന്ന പേര് സിനർജിഡ്സ്. സെൻട്രൽ സെല്ലാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫീമെയിൽ ഗ്യാമീറ്റല്ലേ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്നത്. ഇനി മൈക്രോപൈലർ എൻഡിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ചലാസൽ എൻഡ്. ചലാസൽ എൻഡിൽ 3 സെൽസ് ഫോം ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. അപ്പോൾ ആൻറ്റിപോഡൽസ് ഫെർട്ടിലൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ അതങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. ഇനി നടുക്കുള്ള സെല്ല്, ഇതിപ്പോൾ എപ്പോഴും കുട്ടികൾക്കൊരു കൺഫ്യൂഷനാണ്.
നമുക്കറിയാം ഇവിടെ 3 വോൾ ഫോം ചെയ്തു, അത് 3 സെല്ലായി കഴിഞ്ഞു. ഇതെല്ലാം ഒരൊറ്റ കമ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റൂം തന്നെ ഞാൻ പാർട്ടീഷൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ 3 വോൾ വെച്ചിട്ട് ഞാൻ അതിനെ 3 റൂംസ് ആക്കി എടുത്തു. ഇവിടെ ഞാൻ 3 റൂംസ് ആക്കി എടുത്തു, മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഡോറിട്ട് ഞാനത് സെപ്പറേറ്റ് പ്രൈവസി ആയി. പക്ഷേ ഇവിടെ ഒരു ഹോൾ വീണ്ടും റിമൈൻ ചെയ്യില്ലേ, അപ്പോൾ അതിനൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്തൂടെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് സെൻട്രൽ സെൽ. ഓക്കെ. പക്ഷേ ആ സെൻട്രൽ സെല്ലിന് മാത്രം എത്ര ന്യൂക്ലിയൈ ഉണ്ട്? 2 എണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ്, അതിൽ എന്തൊക്കെയുണ്ട്? 2 സിനർജിഡ്സും ഒരു എക്സെല്ലും. എക്സെല്ലാണ് ഫീമെയിൽ ഗാമീറ്റ്. ചലാസൽ എൻഡിൽ 3 സെൽസ്, ആന്റിപോഡൽസ്. നടുക്കുള്ള സെല്ലിനെ പറയുന്ന പേരാണ് സെൻട്രൽ സെല്ല്. സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയൈ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ നോക്കിയാൽ 1 2 3 4 5 6 7 8 ന്യൂക്ലിയൈ ഉണ്ട്. പക്ഷേ സെൽസ് എത്രയേ ഉള്ളൂ? 1 2 3 4 5 6 7 സെൽസേ ഉള്ളൂ. കാരണം സെൻട്രൽ സെല്ല് 2 ന്യൂക്ലിയൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എംബ്രിയോ സാക്ക് ഈസ് 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽ ജസ്റ്റിഫൈ. അപ്പോൾ ഇതിന് നമ്പറും പേരും എഴുതിയാൽ മതി. ഇനി ഈ സിനർജിഡ്സിനകത്ത് ഇവിടെ ഒരു ഗ്രീൻ കളർ സ്ട്രക്ചർ കാണാം. അതൊരു സെല്ലുലാർ തിക്കനിങ് ആണ്. അത് സിനർജിഡ്സിൽ മാത്രം കാണുന്നതാണ്. അതിനെ പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. അത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോളൻ ട്യൂബ് വരുമ്പോഴേക്കും അതിന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ പോളൻ ട്യൂബിനെ ഇതിനകത്തൂടെ കയറ്റിയിട്ട് ഈ ഫീമെയിൽ ഗാമീറ്റിലോട്ട് ഗൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. പോളൻ ട്യൂബിന്റെ എൻട്രി നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് പ്ലാന്റ്സിലും പോളൻ ട്യൂബ് നമ്മുടെ സിനർജിഡ്സ് വഴി മൈക്രോപൈലാർ എൻഡിൽ കൂടിയാണ് എൻട്രി ചെയ്യുന്നത്. ഇതിന് നമ്മൾ പോറോഗമി എന്ന് പറയും. ഇനി ചില പ്ലാന്റ്സിൽ അത് ചലാസൽ എൻഡ് വഴിയും കയറാം, അതിനെ നമ്മൾ ചലാസോഗമി എന്നും. ഇനി അത് ഫ്യൂണിക്കൽ അല്ലെങ്കിൽ ഇൻഡഗമെന്റിന്റെ സൈഡിൽ നിന്നാണ് കയറി വരുന്നതെങ്കിൽ അതിനെ നമ്മൾ മീസോഗാമി എന്നും പറയാറുണ്ട്. നമ്മൾ ടിപ്പിക്കലായിട്ടുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതായത് നമ്മൾ പോറോഗമിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പോളിനേഷൻ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെസനൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.